കരിവെള്ളൂരിൽ കല്യാണ വീട്ടിൽ നിന്ന് 30 പവൻ കവർന്ന കേസിൽ പ്രതി പിടിയിൽ. വരന്റെ ബന്ധുവായ യുവതിയാണ് പിടിയിലായത്. കൂത്തുപറമ്പ് വേങ്ങാട് സ്വദേശിനി പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. കല്യാണ ദിവസമായ മെയ് 1 രാത്രി 7 മണിയോടെയായിരുന്നു മോഷണം നടന്നത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ ചേരുന്നു. നിഖിൽ, ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില പരിശോധിച്ചാലാണ് ഈ മോഷണത്തിന്റെ ഒരു വ്യാപ്തി നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? പോലീസ് ഇവരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മിപത്മ, ഏതായാലും പ്രാഥമികമായി ഇവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. അതിൽ നിന്നാണ് മെയ് 1 തീയതിയാണ് ഈ മോഷണം നടത്തിയത് എന്നും പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടുകൂടി ചൊവ്വാഴ്ച രാത്രി ഈ മോഷണം നടന്ന വീടിന്റെ തന്നെ വരാന്തയിൽ സ്വർണം ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്വർണത്തിന്റെ വിലയുമായൊക്കെ നമ്മൾ ഈ വാർത്തയെ താരതമ്യം ചെയ്യുമ്പോഴും അത്തരത്തിൽ ഈ സ്വർണത്തിൽ ഇത് വിറ്റ് കിട്ടുന്ന പണം അങ്ങനെയുള്ള ഒരു ലക്ഷ്യം ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇവർക്ക് ഈ സ്വർണത്തോടുള്ള ഭ്രമം കൊണ്ടാണ് ഇത് മോഷ്ടിച്ചത് എന്നൊരു മൊഴിയാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. അത്തരമൊരു കൗതുകം കൂടി ഏതായാലും അവരുടെ മൊഴിയിലുണ്ട്. പോലീസ് വളരെ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തി വരികയായിരുന്നു. കാരണം വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയ വധു അഴിച്ചുവെച്ച സ്വർണ്ണാഭരണങ്ങളാണ് വീട്ടിലെ അലമാരയിൽ. അവിടെ നിന്നാണ് അത് കാണാതാവുന്നത്. കൊല്ലത്തായിരുന്നു വധുവിന്റെ വീട്. അതുകൊണ്ട് തന്നെ കൊല്ലത്ത് നിന്നും ആലപ്പുഴയിൽ നിന്നുമൊക്കെ ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി നിരവധി പേർ എത്തിയിരുന്നു. ഇവരെയൊക്കെയും ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തിയുള്ള അന്വേഷണമായിരുന്നു പോലീസ് നടത്തിയത്. കഴിഞ്ഞ ദിവസം പയ്യന്നൂർ പോലീസ് ആലപ്പുഴയിലും കൊല്ലത്തുമെല്ലാം എത്തി വിശദമായി മൊഴികൾ എടുക്കുകയും ചെയ്തു. എന്നാൽ അവിടെ നിന്ന് ഒരു തുമ്പും കിട്ടാതെ പോലീസ് തിരിച്ച് ഈ വീട്ടിലേക്ക് എത്തുന്നു. പിന്നീട് ഈ വീട്ടിലെ ആളുകളുടെ മൊഴിയെടുക്കാൻ എത്തിയപ്പോഴാണ് വീട്ടുവരാന്തയിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഉപേക്ഷിച്ച നിലയിൽ ഈ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയത്. അതോടുകൂടി തന്നെ കള്ളൻ കപ്പലിലാണ് എന്നൊരു സൂചന പോലീസിന് കിട്ടിയിരുന്നു. അല്ലെങ്കിൽ ആ ഒരു സംശയം കൂടുതൽ ബലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും പോലീസ് വീണ്ടും അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വരന്റെ ബന്ധുവായ വേങ്ങാട് സ്വദേശിനി വിപിനിയാണ് ഈ സ്വർണം എടുത്തത് എന്ന് മനസ്സിലാകുന്നത്. പിന്നീട് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്തപ്പോഴാണ് എന്തായാലും പോലീസ് തന്റെ പിറകെ ഉണ്ട്, പിടിക്കപ്പെടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ചൊവ്വാഴ്ച രാത്രിയോടുകൂടി സ്വർണം കൊണ്ടുവന്ന് വീട്ടുവരാന്തയിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് മൊഴി നൽകിയത്. നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.